ഞാൻ ഇന്നലെ ഇപ്പൊ പുതിയ മുസ്ലിയാർ, പുതിയ മൗലവി ജമിനി, പുതിയ മൗലവി AI, ആ പുതിയ മൗലവിയോട് ചോദിച്ചു സൂഫി എന്ന് പറഞ്ഞ ആരാണ്. അപ്പൊ ഒരു മറുപടി കിട്ടി. ഇന്ന് ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു വേറൊരു മൗലവിയാണ്. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ വേറൊരു മറുപടിയാണ്. രണ്ടാളെ മറുപടി ഒരുപോലെയല്ല. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ സൂഫികൾ എന്ന് പറയുന്നത് ആരാണ്? യഥാർത്ഥ സൂഫികൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് സഹാബികൾ ചെയ്തതുപോലെ ദുനിയാവിന്റെ വിഷയം ചിന്തിക്കാൻ. കണ്ടില്ലേ നിങ്ങൾ, അബൂ ഹുറൈറ പോലത്തെ മഹാന്മാർ അങ്ങനെ ദുനിയാവിന്റെ വിഷയങ്ങൾ ചിന്തിക്കാതെ ആഖിറത്തിന്റെ വിഷയത്തിൽ ചിന്തിച്ച് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ വിനയാന്വിതരായി ജീവിച്ച മുത്തഖീങ്ങളായ മഹാന്മാർ, അവരാണ് സൂഫികൾ. അപ്പൊ പിന്നെ ഇപ്പറഞ്ഞ രണ്ട് മൗലവിമാരും, ഇത് ഗൂഗിൾ മൗലവിയും അതുപോലെ AI മൗലവിയും, രണ്ട് മൗലവിമാരും പറയാണ് ഇസ്ലാമിക രംഗത്തുള്ള ചിന്താധാരയാണ് തസൗഫും സൂഫിയും എന്നത് സമ്മതിച്ചുകൊണ്ട് തന്നെയും അല്ലാതെയും മറുപടി പറയാണ്, സൂഫികളുടെ പ്രത്യേകതകളുള്ള ഒരുപാട് കക്ഷികൾ വേറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സൂഫി എന്ന് പറയും, എല്ലാവർക്കും സൂഫിസോന്നും പറയും. സുബ്ഹാനല്ലാഹ്. താടിയുള്ള കുറെ മൗലവിമാരുണ്ട്. അതേ താടി തന്നെ നമ്മളെ നാട്ടിലെ ആട്ടുങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ആട്ടിനെ പറ്റി മൗലവി എന്ന് പറയോ? സുഹൃത്തുക്കളെ, ഇതുപോലെ സൂഫികളുടെ നല്ല നല്ല സ്വഭാവങ്ങളുണ്ട്. ഒരു ജീവിതത്തിൽ കള്ളം പറയൂല, ചീത്ത വിളിക്കൂല, വാക്കിലംഘിക്കൂല, വർഗീയത കാണിക്കൂല. അവര് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കും. അവര് സ്വന്തത്തിൽ വലിയ ഭക്തിയോടെ ജീവിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സൂഫികൾക്കുണ്ട്. ആ സൂഫികളുടെ ഗുണങ്ങളിലുള്ള ചില ഗുണങ്ങൾ, ഒരാൾ കളവ് പറയാതെ ജീവിച്ചു, അതുകൊണ്ട് അയാൾ സൂഫിയാവോ? താടിയുള്ള കൊണ്ട് മാത്രം ആട് അത് മൗലവിയാവോ? ഇല്ലല്ലോ. അതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ ഗുണങ്ങൾ, സൂഫികളുടെ നന്മകൾ വേറൊരാൾ പകർത്തിയാൽ അതുകൊണ്ട് അവർ സൂഫികളാവോ? ഒരിക്കലും ആവില്ല. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളുടെ നേതാവാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, മഹാന്മാരുടെ ചില സവിശേഷതകൾ അതേ നായകൾക്കുണ്ട്. അതുകൊണ്ട് നായയൊക്കെ വലിയ മഹാന്മാരാവോ? നായകൾക്ക് 10 പ്രത്യേകതകളുണ്ട്. ആർക്ക്? വലിയ വലിയ നല്ല നല്ല മനുഷ്യന്മാർക്കുള്ള 10 പ്രത്യേകതകൾ നായകൾക്കുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ് 10 പ്രത്യേകതകൾ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാൻ, ഏത് മൂമിനായ മനുഷ്യനും ഉണ്ടാകേണ്ട പ്രത്യേകതയാണ്. അതെന്താണ്? നായ അയ്യകൂന ജാഇഅൻ, നായ എപ്പോഴും വിശപ്പ് സഹിച്ച് ജീവിക്കും. നമുക്കും വിശപ്പ് സഹിക്കാൻ കഴിയണം. വിശപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നോമ്പെടുക്കാൻ മടിയാകുന്നത്. അങ്ങനെയാകാൻ പാടില്ല. വിശപ്പ് സഹിക്കാൻ നമുക്ക് സാധിക്കണം. അത് സാലിഹീങ്ങളുടെ വഴിയാണ്. രണ്ടാമത്തത്, നായയുടെ ഒരു സ്വഭാവം എന്താണ്? അതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല. പിന്നെ അതിങ്ങനെ പോകുകയാണ്. അതും നല്ല നല്ല ആളുകൾ, അവർക്കിങ്ങനെ വലിയ കൊട്ടാരമൊന്നും വേണമെന്നൊന്നുമില്ല. അവരിങ്ങനെ പോകും ചിലപ്പോ. അതാണ് 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയെന്ന ഏകൽ കേട്ടാരെ ഇരുന്നോവർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതേ, അതുപോലെ തന്നെ നായക്കുള്ളൊരു സ്വഭാവമാണ് അല്ലാ യകൂന ലഹു മകാനുൻ മഅറൂഫുൻ വദാലിക മിൻ അലാമാത്തിൽ മുതവക്കിലീൻ വസ്സാലിസത്തു അല്ലാ യനാമ മിനൽ ലൈലി ഇല്ലാ ഖലീലാ. നായ വളരെ കുറച്ചേ രാത്രിയിൽ ഉറങ്ങുകയുള്ളൂ. ഈ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് നായ സൂഫിയാവോ? ഇല്ല. ഇനി നാളെ മുതൽക്ക് സൂഫി തന്നെ ഈ സ്വഭാവമുള്ള ആളാണ്, അതുകൊണ്ട് പറഞ്ഞ് നായനെയും കൂട്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കണ്ട. അങ്ങനെ നായകൾ സൂഫിയാക്കളാവൂല. നായ തന്നെയാണ്. അത് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണ് സൂഫി എന്നറിയാതെ ആ പേര് ദുരുപയോഗം ചെയ്ത് മഹാന്മാരായ സൂഫിയാക്കളെ നിസ്സാരപ്പെടുത്താൻ ശ്രമിക്കരുത്.
ഇന്ന തസവ്വുഫ് ഫീ നഫ്സിഹി, തസവ്വുഫ് എന്ന് പറയുന്ന ഒരു ഇൽമുണ്ട്, ഇൽമുൻ ശരീഫ്, അത് മഹത്വമേറിയ ഇൽമാണ്. വഅന്ന മദാറഹു, അതിന്റെ അടിസ്ഥാനം അലത്തിബാഇസ് സുന്നതി വതർക്കിൽ ബിദ്അ, അതിന്റെ അടിസ്ഥാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കലാണ്. വതർക്കിൽ ബിദ്അ, പുത്തനാശയങ്ങളെ കൈയൊഴിക്കലാണ്. മുഅ്തസിലത്തിന്റെ വിശ്വാസവും പേറി നടന്നിട്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങൾ സാബിയത്ത് സൂഫിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ബിദ്അത്തിന്റെ ആശയം പേറി നടന്നിട്ട് ഇല്ല, ഒരിക്കലും ബിദ്അത്തിന്റെ ആശയക്കാർ സൂഫികളല്ല. ഓ സഹോദരന്മാരെ, അതുപോലെ അതിന്റെ അടിസ്ഥാനം ശരീരത്തിന്റെ ചാപല്യങ്ങൾക്ക് വഴിപ്പെടരുത്. അന്യപെണ്ണിലേക്ക് നോക്കാൻ ശരീരം നിന്നെ പ്രേരിപ്പിക്കും. സൂഫിയാക്കള് നോക്കൂല, തിരിഞ്ഞു നോക്കൂല. സുബ്ഹാനല്ലാഹ്, എന്തിനധികം പറയണം, നല്ല ഭംഗിയുള്ള ആൺകുട്ടികൾ, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ, ആ ആൺകുട്ടികളെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതിന് വിരോധമില്ലെന്ന് ഫിഖ്ഹിന്റെ നിയമമുണ്ട്. പക്ഷെ ആ ഫിഖ്ഹിനെയും മറികടന്ന് അതേ പഠിപ്പിക്കുന്ന സമയത്ത് പോലും മുഖത്തു നോക്കാതെ ക്ലാസ് എടുക്കുന്നവർ സൂഫിയാക്കൾ അങ്ങനെയാണ്. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യൻ മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്, താടി മുളച്ചിട്ടില്ല, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. ദർസിൽ വന്നപ്പോൾ ഇമാം അബൂ ഹനീഫ തങ്ങൾ മറയുടെ പിന്നിലിരുത്തി. കാലം കുറെ കഴിഞ്ഞു. ഒരാൾ അബൂ ഹനീഫ തങ്ങൾക്ക് കുറെ ചീർപ്പ് ഹദിയ കൊണ്ട് കൊടുത്തു. എല്ലാ കുട്ടിക്കും ചീർപ്പ് വിതരണം ചെയ്തു. മുഹമ്മദിന് കൊടുത്തില്ല. മുഹമ്മദിന് കിട്ടിയിട്ടില്ല. മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയില്ല. അപ്പോൾ മഹാനവറുകളെ മറുപടി, താടിയില്ലാത്തവന് ചീർപ്പെന്തിനാണ് മക്കളെ? അപ്പോഴാ കുട്ടികൾ പറയുന്നു, മൂപ്പർക്ക് താടി വന്നിട്ട് കാലത്രയായി, ഉസ്താദ് കണ്ടിട്ടില്ല. സൂക്ഷ്മതയാണ്, അതാണ് തസവ്വുഫ്, അതാണ് സൂഫിയാക്കളുടെ ജീവിത രീതി. സുബ്ഹാനല്ലാഹ്, വലിയ സൂക്ഷ്മത, എല്ലാ വിഷയത്തിലും സൂക്ഷ്മത. വത്തസ്ലീമു ലില്ലാഹ്, പടച്ചവൻ എന്ത് തന്നാലും വറിളാ ബിഹി വബിഖദാഇഹി വതലബ് മഹബ്ബതിഹി, പടച്ചവനോടുള്ള സ്നേഹം, പടച്ചവന്റെ തീരുമാനത്തിലുള്ള സംതൃപ്തി, എല്ലാം പടച്ചവനെ ഏൽപ്പിക്കുന്ന രീതി. അല്ലാത്തതിനൊന്നും വില കൽപ്പിക്കുന്നില്ല. പടച്ചവനോടുള്ള സ്നേഹത്തിൽ ലയിച്ച് ജീവിക്കുകയാണവർ.